അസ്രായിലിന്റെ കാലുകൾ നമുക്ക് തോന്നുന്നത് ഭൂമിക്കടിയിലെ പടുകൂട്ടം തീ കുണ്ടാരത്തിന്റെ മുകളിൽ രണ്ട് കാല് വെച്ചിരിക്കുന്നത് പോലെ തോന്നിപ്പോവുകയാ. ആർക്കാണ് ഇങ്ങനെ തോന്നുന്നതെന്നറിയോ? കല്ല് കുടിക്കൂലാന്ന് തീരുമാനിക്ക ചെറുപ്പക്കാരാ. ഇനി കല്ലന്റെ കൈ കൊണ്ട് തൊടില്ല. ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞത് എനിക്കെന്തിനാ? അള്ളാന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞത് എനിക്കെന്തിനാ? ഹബീബ് ഹറാമെന്ന് പറഞ്ഞത് എനിക്കെന്തിനാ? വ്യഭിചാരം ഹറാമാണെങ്കിൽ പിന്നെ എനിക്കെന്ത് സുഖമാ? അതുപോലെ സർവമോശപ്പരങ്ങൾ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അസ്രായിലിന്റെ സന്തോഷമുള്ള റൂഹ് പിടുത്തത്തിന് കടന്നു കൊടുക്കുന്നതിന് പകരം എന്റെ ചെറുപ്പക്കാരോ, എത്ര പ്രസംഗം കേട്ടാലും എത്ര നസീഹത്ത് കേട്ടാലും എത്ര ആദർശ സ്നേഹം വിളമ്പിത്തന്നാൽ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ വലിച്ചെറിഞ്ഞിട്ട് പിശാചിന്റെ പിന്നാലെ പോകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് അല്ലാഹു കൊടുക്കുകയാ. അസ്രായിലിന്റെ തലയില്ലേ അസ്രായിലിന്റെ തല ആകാശ ലോകത്താണത്രേ. അസ്രായിലിന്റെ കാലുകൾ ഭൂമിക്കടിയിൽ വലിയ തീക്കുണ്ടാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ വരുന്ന പോലെ തോന്നിയിട്ട് ഭയന്ന് കിടുകിടാ മനുഷ്യനിങ്ങനെ വിറച്ചു പോവുകയാണ്. നിർത്തുന്നില്ല, തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ നല്ല മനുഷ്യനാണെങ്കിലോ ഈ 500 മലക്കുകളും റൂഹ് പിടിക്കുമ്പോൾ ഇവനോട് പറയും, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട, സങ്കടപ്പെടണ്ട. കാളമ്പാടി ഉസ്താദ് പോയല്ലോ, മഹാനായ വല്ലൊരു ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ പാവപ്പെട്ട എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ബാക്കിമാർക്ക് ഹദീസിന്റെ കിതാബ് പറഞ്ഞു കൊടുത്ത കമാലുദ്ദീൻ ഹസ്രത്ത് പോയല്ലോ. തെക്കൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരനായ പണ്ഡിതൻ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എന്നും യൂസുഫ് ഉസ്താദ് പോയല്ലോ. വിനയത്തോടെ ഇന്നും മണ്ണിന്റെ ഉള്ളറയിൽ കൊട്ടാരം പടഞ്ഞു കിടക്കുന്ന തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദോറുകൾ പോയല്ലോ. അവരൊക്കെ 500 മലക്കുകളുടെ സാന്ത്വനവാക്ക് കേട്ടുകൊണ്ടായിരിക്കാൻ പോയത്. അല്ലാഹുവേ, നമുക്കെങ്ങനെ പോകാനുള്ള ഭാഗ്യം തരണേ അല്ലോ. തീരുമാനിക്കുമോനെ, അങ്ങനെ മരിച്ചില്ലെങ്കിൽ പിന്നെ ഒരു മരണം നമുക്ക് വേണ്ടടാ. അങ്ങനെ മരിക്കാറില്ലെങ്കിൽ ഈ പാതിരാത്രിയുടെ ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ല പോലും. അങ്ങനെ മരിച്ചാൽ